അമ്മയുടെ ഭാഗത്തുനിന്ന് ചോദിക്കുക. അതായത് കല്യാണം കഴിപ്പിക്കണമെന്ന് അമ്മയ്ക്ക് തീവ്രമായ ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് ഒരാളിൻ്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ച് വിട്ട് വേണം അമ്മയ്ക്ക് സായുജ്യം അടയാൻ. അമ്മ ഒരു പ്രായമാണെന്നുള്ളതിൽ അമ്മയുടെ ന്യായമായ ഒരു ആഗ്രഹമാണത്. അപ്പോൾ അതിന് കുറുകെ കയറി നിന്ന് അമ്മയോട് ശണ്ട പിടിക്കുന്ന നമ്മുടെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട് എന്ന് കക്ഷികൾ പറയുന്നതനുസരിച്ച് തദ്വാര ഞാനൊരു കാര്യം ചോദിക്കാം. എന്നുവെച്ചാൽ അതുവഴി ഒരു കാര്യം ചോദിക്കാം. ഈ സിനിമയിലുള്ള ചാൻസ് വിവാഹിതയായി കഴിഞ്ഞാൽ ഇല്ലാതാകും എന്ന ഭയമാണോ കുട്ടിയെ പീഡിപ്പിക്കുന്നത്? സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് തന്നെ വിവാഹിതരായി നല്ല രീതിയിൽ ജീവിക്കുന്ന പട്ടം പോകുന്ന വല്ല പേടിയുണ്ട്? ഇല്ല, അങ്ങനെ എനിക്കതിന് പ്രത്യേകിച്ച് ഒരു പട്ടവും ഇല്ല. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന പട്ടം മാത്രമേ എനിക്കുള്ളൂ. സാറ് പറഞ്ഞൊരു വേർഡ് അതിൻ്റെ അത് ഇടയ്ക്ക് സാറ് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒരാളുടെ കൈ പിടിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. അങ്ങനെ ആവരുത് വിവാഹത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതെ, അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്ന അതെ അതെ അവരങ്ങനെ ചിന്തിക്കും. അത് പക്ഷെ അതല്ലല്ലോ. നമുക്ക് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും എന്തായാലും നമ്മൾ ഒരു ദിവസം അങ്ങനെ ഒരാളൊക്കെ ഈ ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഭയങ്കര നല്ലൊരു മനുഷ്യൻ എന്നല്ല പറയുന്നത്. നമ്മളൊരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ, അതില് സൽസ്വഭാവിയായി അങ്ങനെയല്ല അതിന്റെ അർത്ഥം. നമുക്കൊരു തോന്നൽ വരും ഇയാളുടെ കൂടെ എന്റെ ലൈഫ് എനിക്ക് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. അത് അയാളൊരു ഭയങ്കര ഒരു സെയിന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാവണം. ഇവിടെ ഒരാളെ പിറവി എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ, പറയാൻ പറ്റുന്നത്. നമ്മുടെ വഴിയാത്രക്കിടയിലോ നമ്മുടെ സിനിമാ ലൊക്കേഷനിലെ യാത്രക്കിടയിലോ അല്ലെങ്കിൽ നമ്മൾ ഇനാഗുറേഷൻ പരമ്പരയ്ക്ക് അയാൾ ഇങ്ങനെ ഫ്രെയിമിലേക്ക് വന്നിട്ടില്ല, ചിലപ്പോ വന്ന് അയാളെ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ തലയിലെ എഴുത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി. എന്റെ കൂടെ ഉള്ള ഒരു കമ്പനി ഭയങ്കര രസമായിരിക്കും. 10 കൊല്ലമായിട്ട് മെസ്സേജ് അയച്ച് കൈ കഴിച്ച മനുഷ്യനുണ്ടല്ലോ, അയാളെ പരിഗണിക്കുന്നുണ്ടോ? അല്ല, ഇത് ആരാണെന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. മാത്രമല്ല, നിരാശപ്പെടാത്ത ഒരാളെ ഒരു ഊർജ്ജസ്വലനായി ഇപ്പോഴും അദ്ദേഹത്തിന്റെ പണി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മണ്യേ വാദികാരസ്ഥേ മാ ഫലേഷു കഥാചന. ഒരു ലക്ഷ്യമില്ലാതെ അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അല്ല, പക്ഷെ അയാള് വെളിപ്പെടുത്തിയിട്ടില്ലേ ആളാരെന്ന്? അയ്യോ, അങ്ങനെയാണെങ്കിൽ ചിലപ്പം ഈ വട്ടളക്കാൻ വേണ്ടി ആയാലും ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അതൊരു ആളുണ്ട്.